മറ്റു വാർത്തകൾ നോക്കാം. SFI ദേശീയ സമ്മേളനത്തിന് സർക്കാർ സ്കൂളിന് അവധി നൽകിയ സംഭവത്തിൽ RDD ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. KSU ജില്ലാ പ്രസിഡന്റും സഹഭാരവാഹികളോടെ വന്നിരിക്കുമ്പോ ഇവിടെ ക്രിമിനൽ പ്രവർത്തനങ്ങളെ നടക്കുന്നത്. അമ്മാരി അഭ്യാസം വേറെ കൊണ്ടുപോയാൽ മതി കേട്ടോ. നിങ്ങളുടെ ഗുണ്ടകളോട് കാണിച്ചാൽ മതി. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചെയ്യുന്നുണ്ട്. അഭിന, സർക്കാർ സ്കൂളിന് അവധി നൽകിയ സംഭവത്തിലാണ് ഇപ്പോൾ RDD ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. അവധി നൽകിയതിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും അതിര കഴിഞ്ഞ 4 ദിവസങ്ങളായി SFIയുടെ അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട് ബീച്ചിൽ നടന്നു വരികയായിരുന്നു. ഇതിനിടെയാണ് വിദ്യാർത്ഥികളെ ഇന്ന് സമാപന ദിവസമാണ്. ഈ സമാപന ദിവസം റാലിയും വിവിധ പ്രകടനങ്ങളും പരിപാടികളും ഇന്ന് ബീച്ചിൽ അരങ്ങേറുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് സ്കൂളിലെ വിദ്യാർത്ഥികളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകർ 7ഓളം SFI പ്രവർത്തകർ കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് എത്തി അധ്യാപകരെ കണ്ട് വിദ്യാർത്ഥികളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെടുകയും ആദ്യഘട്ടത്തിൽ അധ്യാപകൻ വിട്ടു നൽകാൻ മടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അധ്യാപകൻ പറയുന്ന മറ്റു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാനമായ രീതിയിൽ കഴിഞ്ഞ വർഷം KSU പ്രവർത്തകർ സ്കൂളിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ വിട്ടു നൽകണം, ഒരു പ്രകടന പരിപാടിയുണ്ട്, വിദ്യാർത്ഥികളെ വിട്ടു നൽകണം എന്ന് ആവശ്യപ്പെടുകയും അടക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അധ്യാപകൻ തയ്യാറാവാത്തതിനെ തുടർന്ന് KSU വലിയ രീതിയിലൊരു പ്രതിഷേധം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ജനവാതിലടക്കുകയും വാതിൽ കൊട്ടിയടക്കുകയും തുടങ്ങിയ കാര്യങ്ങളിലേക്കെല്ലാം കടക്കുകയും പിന്നീട് പോലീസിനെ വിളിച്ചു വരുത്തേണ്ട ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുനയ നീക്ക ശ്രമത്തിന് വേണ്ടി മാത്രമാണ് പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അധ്യാപകൻ പറയുന്നത്. പക്ഷേ ഈ ഒരു ആരോപണം തീർത്തും നിഷേധിക്കുകയാണ് KSU പ്രവർത്തകർ ചെയ്തിട്ടുള്ളത്. KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് അടക്കം ഇത് തന്നെയാണ് പറയുന്നത്. അതായത് അധ്യാപകൻ രാഷ്ട്രീയപരമായിട്ടാണ് പെരുമാറുന്നത്, അല്ലാതെ KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പെരുമാറ്റമോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് അടക്കം നേരത്തെയും പ്രതികരിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ അധ്യാപകൻ KSUവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് വെറും ആരോപണം മാത്രമാണ്. KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ അധ്യാപകൻ രാഷ്ട്രീയപരമായിട്ടാണ് പെരുമാറുന്നതും KSU വിദ്യാർത്ഥികളെ പുറത്തിറക്കി എന്നതിന് തെളിവ് നൽകണം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം അധ്യാപകൻ നേരത്തെ പറഞ്ഞിരുന്നു KSU പ്രവർത്തകർ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെന്നും വിദ്യാർത്ഥികളെ വിട്ടു നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അധ്യാപകൻ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യം തെളിയിക്കണം എന്നുള്ളതാണ് KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് പറയുന്നത്. ഇത് നുണയാണെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ നിയമപരമായി നേരിടും തുടങ്ങിയ കാര്യങ്ങളാണ് VT സൂരജ് നേരത്തെ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് നേരത്തെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് അല്പസമയം മുൻപ് വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയും പിന്നീട് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വലിയൊരു വാക്കേറ്റം ഉണ്ടാവുകയും അത് സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തകരാരെയും തന്നെ നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ പോലീസും പ്രവർത്തകരും തമ്മിൽ സംസാരിച്ച് പ്രശ്നം വഷളാക്കാതെ ഇതിന് അന്തിമമായൊരു തീരുമാനമുണ്ടാക്കാമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഉറപ്പ് നൽകുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് ഉപഡയറക്ടറെ ഈ ഒരു ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുന്നത്. ആതിര. ശരി അഭിന, SFI ദേശീയ സമ്മേളനത്തിന് സർക്കാർ സ്കൂളിന് അവധി നൽകിയ സംഭവത്തിൽ RDD ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. സംസ്ഥാന പോലീസ് മേധാവിയായി രവത ചന്ദ്രശേഖർ നാളെ ചുമതലയേൽക്കും. കേന്ദ്ര സർവീസിൽ നിന്നും കേരളത്തിലെത്താൻ രവതയ്ക്ക് അനുമതി ലഭിച്ചു. ഇന്ന് രാത്രി തിരുവനന്തപുരത്തെത്തുന്ന രവത ചന്ദ്രശേഖർ നാളെ കണ്ണൂരിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കും.